ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾക്ക് കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹൽദി പരിപാടിക്ക് പോകണം, മഞ്ഞൾ കല്യാണത്തിന്. ഒരു 5:30 ഒക്കെ ആകുമ്പോഴാണ് പോകേണ്ടി വരാം. അപ്പം നമുക്ക് അതിനുള്ള പ്രിപ്പറേഷൻസ് തുടങ്ങണം. മഞ്ഞ കളർ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് ഞാൻ പോണത്. എല്ലാവരും അതെ അങ്ങനെയാണ് പറഞ്ഞത്, ഡ്രസ് കോഡിൻ്റെത് മഞ്ഞ കളർ എന്നാണ് പറഞ്ഞത്. അപ്പോൾ കുളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇച്ചൂസ് എവിടെയെന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പോയപ്പോഴുണ്ട് ഇച്ചൂസും ഉമ്മയും ഫ്രണ്ടിലിരിക്കുന്നുണ്ട്. ഭയങ്കരമായ കാര്യപ്പെട്ട പണിയിലാണ് ഇച്ചൂസ്. അപ്പോൾ എന്താ നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ കല്ലുകളൊക്കെ ഇങ്ങനെ പറക്കി, മണ്ണും കല്ലും എന്താ പറയുക എന്തൊക്കെയോ പറക്കിയിരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു വിധത്തിൽ ഞാൻ അവിടെ നിന്ന് പൊക്കിക്കൊണ്ട് വന്നിട്ട് ഞങ്ങൾ കുളിച്ച് സെറ്റായി ഡ്രസ്സൊക്കെ മാറി വന്നിട്ടുണ്ട്. പിന്നെ ഈ വീഡിയോ ഇന്നലത്തേതാണ്. ഞാൻ ഇന്ന് ആണ് ഇത് അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. കാരണം ഇന്നലെ വന്നപ്പോൾ തന്നെ ആകെ ടയേർഡായി, ഒന്ന് കിടന്നാൽ മതി എന്നുള്ള ലെവൽക്കായിരുന്നു. ഇപ്പം ഞാൻ വോയിസ് റെക്കോർഡ് കല്യാണ വീട്ടിൻ്റെ പുറത്ത് നിന്നിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ കല്യാണ വീട്ടിലെത്തി, എല്ലാവരും പുറത്തൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഫങ്ഷൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ ഒരുവിധം കഴിഞ്ഞപ്പോഴൊക്കെ ഞാൻ ജസ്റ്റ് ഉള്ളിൽ കയറി. ഇത് നമ്മളെ ഷിക്കുവിൻ്റെ സിസ്റ്ററാണ്. അങ്ങനെ പിന്നെ ഉള്ളിൽ കുറേ ഇങ്ങനെ കളികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സംഭവം ഉള്ള കാരണം കൊണ്ട് തന്നെ പിള്ളേർ ഒരു 5 മിനിറ്റൊക്കെ ഇരിക്കും. അത് കഴിഞ്ഞാൽ നമ്മൾ ഇച്ചൂസ് അത്രയും പോലും ഇരിക്കില്ല. കാരണം ഇച്ചൂസിന് ഇങ്ങനെ വലിച്ചു വരാൻ കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടിയ കാരണം കൊണ്ട് തന്നെ അവിടെ ഇരുന്ന് അതിൻ്റെ കളിയിലായിരുന്നു. പിന്നെ അവൻ്റെ പിന്നാലുള്ള ഓട്ടവും പാച്ചിലായിരുന്നു. പിന്നെ നമ്മളെ മെയിൻ ലക്ഷ്യ ബാക്കിലുള്ള ചെമ്പാണ് വിശന്ന് ഉപ്പാട് ഇളകിയേക്കാണ്. അപ്പം ഞങ്ങൾ നേരെ പോയിട്ട് നല്ല അടിപൊളി നെയ്ച്ചോറും ബീഫ് കറിയും, പിന്നെ സലാഡ് ഉണ്ടായിരുന്നു, പപ്പടം ഉണ്ടായിരുന്നു, ചമ്മന്തി ഉണ്ടായിരുന്നു, അച്ചാറുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഒന്നും വീഡിയോ എനിക്ക് പ്രോപ്പറായിട്ട് എടുക്കാൻ പറ്റില്ല. കാരണം ഞാൻ ഒരു വിധത്തിലാണ് ഈ വീഡിയോ എടുക്കണത്. ഇച്ചൂസ് അവിടെ കിടന്ന് കരയുന്നതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു വിധത്തിലെടുത്തതാണ്. എന്തായാലും നെയ്ച്ചോറും ബീഫൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ഒരുവിധം ആയി, ഇപ്പോൾ കഴിച്ച് ഫുള്ളായിട്ട് ഇവിടെ വന്നിരിക്കണം. അപ്പം ഇന്നത്തേക്ക് അത്രേ ഉള്ളൂ. ടാറ്റാ.